അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് അല്ലേ? എന്നാൽ ഇതിനെല്ലാം ഒരൊറ്റ ഉത്തരമുണ്ട്. ആ ഉത്തരം കണ്ടെത്താൻ കഴിയുന്നതോ നമ്മുടെ സ്രഷ്ടാവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തിലും. അപ്പോൾ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള യഥാർത്ഥ പരിഹാരം എങ്ങനെ ഭക്തിയിലാണെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. അപ്പോ നമുക്ക് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഈ ആധുനിക ജീവിതം അത് പലപ്പോഴും നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നതായി തോന്നാറില്ലേ? എന്തുകൊണ്ടാണ് നമുക്കെപ്പോഴും ഇത്രയധികം ഭാരവും താങ്ങാനാവാത്ത സമ്മർദ്ദവുമൊക്കെ അനുഭവപ്പെടുന്നത്? ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു നിമിഷം ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളിൽ മിക്കവർക്കും ഈ വെല്ലുവിളികളൊക്കെ നല്ല പരിചയമുണ്ടാകും അല്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ, വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ എല്ലാത്തിനും മുകളിൽ മനസ്സിനെ കാർന്നു തിന്നുന്ന ആ ഒരു സ്ട്രെസ്. ഇതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഭാഗമായി നമ്മൾ ഒരുമിച്ച് നേരിടുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിൽ ഒരു പ്രകാശമുണ്ട്. എല്ലാത്തിനും ഒരു ദൈവീകമായ പരിഹാരം. അതാണ് അല്ലാഹുവിലുള്ള യഥാർത്ഥ ഭക്തി. അപ്പോ ഈ പരിഹാരത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കിനി പോകാം. അപ്പൊ എന്താണ് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിൽ നമ്മൾ അതിനെ തഖ്വ എന്ന് പറയും. വളരെ ലളിതമായി പറഞ്ഞാൽ അല്ലാഹുവിനെക്കുറിച്ച് എപ്പോഴും ഒരു ബോധമുണ്ടായിരിക്കുക, അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുക, അവൻ വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതാണ് തഖ്വയുടെ ഒരു അടിസ്ഥാനം. ഖുർആൻ നമുക്ക് തരുന്ന ഒരു വാഗ്ദാനം ശ്രദ്ധിച്ചു കേൾക്കൂ. ആർക്കാണോ തഖ്വയുള്ളത് അവർക്ക് അല്ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു വഴി തുറന്നു തരും. അതുമാത്രമല്ല, നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത വഴികളിലൂടെ അവൻ നമുക്ക് വേണ്ടതൊക്കെ നൽകും. ഇതൊരു വെറും വാക്കല്ല, നമ്മുടെ സ്രഷ്ടാവിന്റെ നേരിട്ടുള്ള ഉറപ്പാണ്. ശരി, അപ്പോ ഈ ഭക്തി, അതായത് തഖ്വ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കോട്ട പോലെ പടുത്തുയർത്താൻ സാധിക്കുക? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ശിലകൾ എന്തൊക്കെയാണല്ലോ നമുക്കൊന്ന് നോക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ തൂണാണ് തവക്കുൽ. അതായത് നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കുക, എന്നിട്ട് അതിന്റെ ഫലം പൂർണ്ണമായി അല്ലാഹുവിലങ്ങ് ഏൽപ്പിക്കുക. കാരണം നമുക്ക് ഏറ്റവും നല്ലതെന്താണെന്ന് തീരുമാനിക്കുന്നത് അവനാണെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം. ഈ തവക്കുലിന്റെ ഭംഗി നോക്കൂ. ഈ പ്രവാചക വചനത്തിൽ അതുണ്ട്. ആ പക്ഷികളെപ്പറ്റിയൊന്ന് ഓർത്തു നോക്കൂ. രാവിലെ ഒഴിഞ്ഞ വയറുമായി അവ പറന്നുപോകുന്നു, വൈകുന്നേരം വയറ് നിറച്ച് തിരിച്ചുവരുന്നു. അതുപോലെ ആരാണോ യഥാർത്ഥമായി അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ അവൻ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അടുത്ത അടിസ്ഥാന ശിലയാണ് നമസ്കാരം അഥവാ സ്വലാത്ത്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സമാധാനം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല വഴിയാണിത്. പ്രവാചകന് എന്ത് പ്രയാസം വരുമ്പോഴും അദ്ദേഹം നമസ്കാരത്തിലേക്കായിരുന്നു അഭയം തേടിയിരുന്നത്. ഖുർആനിലെ ഈ കൽപ്പന വളരെ വ്യക്തമാണല്ലേ? ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടാനാണ് അല്ലാഹു നമ്മളോട് പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ദൈവിക ഫോർമുലയാണിത്. ഭക്തിയുടെ മൂന്നാമത്തെ തൂണാണ് ദുആ, അതായത് പ്രാർത്ഥന. ഇത് ശരിക്കും നമ്മുടെ സ്രഷ്ടാവുമായി നമ്മൾ നടത്തുന്ന ഒരു നേരിട്ടുള്ള സംഭാഷണമാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം എന്നാണ് പ്രവാചകൻ ദുആയെപ്പറ്റി പറഞ്ഞത്. ഇത് നോക്കൂ, അല്ലാഹു നമ്മളെ നേരിട്ട് ക്ഷണിക്കുകയാണ്. നിങ്ങൾ എന്നെ വിളിക്കൂ, ഞാൻ ഉത്തരം നൽകാമെന്ന്. ഒന്നാലോചിച്ചു നോക്കൂ, ഇതിലും വലിയൊരു ഉറപ്പ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? നമ്മുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ പോലും നമുക്ക് അവനോട് നേരിട്ട് പറയാം. അവസാനമായി ഖുർആൻ. അത് വെറുമൊരു പുസ്തകമല്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ട് അത് ഹൃദയങ്ങൾക്കുള്ളൊരു രോഗശാന്തിയാണെന്ന്. അപ്പോ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം ഒന്നുകൂടി ശക്തിപ്പെടുത്തിയാല് മാനസികമായും ആത്മീയമായും ഒരു വലിയ സൗഖ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോ ഇങ്ങനെ ഭക്തിയോടെ ജീവിച്ചാൽ നമുക്ക് എന്തു കിട്ടും? തഖ്വയുള്ള ആളുകൾക്ക് അല്ലാഹു എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. തഖ്വയുള്ളവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കണ്ടോ? ഒന്നാമതായി, പണം കൊടുത്താൽ കിട്ടാത്ത മാനസിക സമാധാനം, ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാവർക്കും വേണ്ട ഒന്ന്. രണ്ടാമതായി, പാപമോചനം, നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അവൻ മായ്ച്ചു കളയും. മൂന്നാമതായി, ജീവിതത്തിൽ ബർക്കത്ത്, അതായത് ഒരു ദൈവികമായ ഐശ്വര്യം നിറയും. ഈ മാനസിക സമാധാനം എന്ന വാഗ്ദാനത്തിന്റെ താക്കോലാണ് ഈ വചനം. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ടു മാത്രമേ നമ്മുടെ ഹൃദയങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശാന്തിയും സമാധാനവും കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഇതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ചില സിമ്പിൾ സ്റ്റെപ്സ് പരിചയപ്പെടാം. ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിച്ചു നോക്കൂ. 1.
5 നേരത്തെ നമസ്കാരം കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുക. ഇത് നമ്മുടെ ദിവസത്തിന് ഒരു ചിട്ട തരും. 2 പതിവായി ദുആ ചെയ്യുക. നമ്മുടെ ആശ്രയം അവനിൽ മാത്രമാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കാൻ. 3 എല്ലാ ദിവസവും കുറച്ചെങ്കിലും ഖുർആൻ ഓതുക. അത് ഹൃദയത്തിന് നല്ല ശാന്തി തരും. 4 നമ്മുടെ കഴിവിനനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുക. 5 എപ്പോഴും പാപമോചനം തേടുക. 6ാമത്തേതും അവസാനത്തേതുമായി അനുവദനീയമായതും നിഷിദ്ധമായതും തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ചുരുക്കി പറഞ്ഞാൽ, ഈ ലോകം നമുക്ക് താൽക്കാലികമായി ഒരുപാട് പരിഹാരങ്ങൾ തന്നേക്കാം. പക്ഷേ യഥാർത്ഥവും എന്നെന്നും നിലനിൽക്കുന്നതുമായ സമാധാനവും സന്തോഷവും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് നമ്മുടെ സ്രഷ്ടാവായ അല്ലാഹുവുമായുള്ള ബന്ധത്തിൽ മാത്രമാണ്. നമ്മൾ നേരത്തെ കേട്ട എന്നാൽ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട ആ മനോഹരമായ വചനത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായും അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും ഈയൊരു ദൈവിക മാർഗത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ നാഥൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.